ഇന്നലെ രാത്രി മഴ പെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ എല്ലാവിടെയും പല പ്രശ്നങ്ങളുണ്ട്. അവിടെ കണ്ടോ ശക്തമായിട്ടുള്ള വെള്ളം കയറി വരുന്നത്. ഇത് പുഴയിൽ നിന്ന് വരുന്ന ഒരു തോട് വഴി വരുന്ന വെള്ളമാണ്. ഏകദേശം നല്ല സ്പീഡിലാണ് ഇത് വരുന്നത്. ഈ റോഡൊക്കെ മുങ്ങി കഴിഞ്ഞു. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇന്നലത്തെ ശക്തമായ മഴയിലേ വെള്ളം നന്നായിട്ട് പുഴയിൽ നിന്ന് പാടത്തേക്ക് കയറിയിട്ടാണ്. പുഴയിൽ നിന്നുള്ള ഒരു കൈത്തോടാണ് ഇത്. പൊട്ടച്ചാൽ പാടത്തേക്കുള്ള ഒരു തോടാണ്. ആ തോട് നിറഞ്ഞു കവിഞ്ഞു. ഇതാ നമ്മുടെ ഇവിടെയുള്ള ഒരു റോഡുണ്ട്. ആ റോഡിലേക്ക് വെള്ളം നല്ല ശക്തിയായിട്ട് തന്നെ തള്ളി കയറുന്നുണ്ട്. ഇത് പൊട്ടച്ചാൽ പാടാണ്. നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടല്ലോ. പൊട്ടച്ചാൽ പാടം ഏകദേശം നിറഞ്ഞ പോലെ ഇവിടുന്ന് ഇനി കരക്കി കയറും വെള്ളം. അതായത് 2-3 ദിവസം കൊണ്ടൊക്കെ പെയ്ത മഴ കൊണ്ട് കയറുന്ന വെള്ളം ശക്തമായിട്ടുള്ള ഒരു ദിവസത്തെ മഴ കൊണ്ട് തന്നെ ഇവിടെ നിറഞ്ഞോട്ടോ. ഇത് ഞങ്ങളുടെ കുളക്കാട്ടിൽ പാടാണ്. ഇവിടെയും വെള്ളം നന്നായിട്ട് നിറഞ്ഞുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ്. പക്ഷെ മക്കളെ ഇതിലേക്ക് ഇറക്കി വിടാതെ കളിക്കാതെ സൂക്ഷിക്കുകയായിരിക്കും ബെസ്റ്റ്. കാരണം അഴുക്കുള്ള വെള്ളമാവാനുള്ള സാധ്യതയുണ്ട്. പണ്ട് നമ്മൾ ഇതിൽ നീന്തി കുളിച്ചിരുന്നു. ആ കാലമൊക്കെ മറഞ്ഞു പോയി. വെള്ളത്തിൽ കുളിക്കുക എന്നുള്ള കാര്യം നമ്മൾ അവോയ്ഡ് ചെയ്യുകയായിരിക്കും നല്ലത്. പിന്നെ സൂക്ഷിക്കണം എപ്പോഴും. ഇതുപോലെയുള്ള ഭാഗങ്ങളിലേക്ക് മക്കൾ പോകാതിരിക്കാൻ സൂക്ഷിക്കണം. വെള്ളമൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഒരു കരുതൽ എല്ലാവരും നോക്കണം. മോട്ടറൊക്കെ നമ്മൾ താഴ്ത്തി വെച്ചിരിക്കുന്ന മോട്ടറൊക്കെ വലിച്ചു കെട്ടാനുള്ള ഒരു സന്ദർഭമാണ്. അപ്പോൾ നമ്മൾ ജാതി തെങ്ങ് ആ ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നും മഴ കുറവാണ്. പക്ഷേ ഈ മഴ ഇന്നലെ പെയ്ത മഴയുടെ വെള്ളമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശക്തമായിട്ട് ഈ ഇടത്തോടുകളിലുണ്ടല്ലോ, ഈ കൈവഴികൾ അതിലേക്ക് നന്നായിട്ട് വെള്ളം അടിച്ചു കയറുന്നുണ്ട്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉച്ചയായി സമയത്താണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ അല്പം മഴ ശാന്തമായിട്ടുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി അല്ലെങ്കിൽ തലേദിവസം പെയ്ത മഴയുടെ ആ വെള്ളം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക.